അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താനുള്ള ഇന്നത്തെ ദൌത്യം ഉപേക്ഷിച്ചു. നാളെ വീണ്ടും ദൌത്യം പുനരാരംഭിക്കും. ആന വനത്തിനുള്ളിലേക്ക് പോയതോടെ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയിരുന്നു. വെറ്റിലപ്പാറ 14-ൽ നിന്നിരുന്ന ആനയെ പടക്കം പൊട്ടിച്ച് അടുത്തുള്ള റബ്ബർ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടി വെക്കാനായിരുന്നു ദൌത്യസംഘത്തിന്റെ പദ്ധതി. എന്നാൽ പടക്കം പൊട്ടിച്ചതോടെ പരിഭ്രാന്തനായ കാട്ടാന വനത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഇന്നത്തെ ദൌത്യം അവസാനിച്ചിട്ടുണ്ട്. അപ്പം ആന റിസർവിനകത്ത് കയറിപ്പോയതിനു ശേഷം ആനയെ ട്രേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നോക്കി, പക്ഷേ വേറെ ആനക്കൂട്ടമുള്ള കാരണം ഇതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഇന്നത്തെ ദൌത്യം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ഇതാരംഭിക്കും. ഇല്ല, രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഈ തിക്കും തിരക്കും ഒന്ന് ഒഴിവാക്കാനും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ആന ഓടിയത് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഫോറസ്റ്റിന് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഒരു പെട്ടെന്ന് ഈ ഡാട്ട് ചെയ്യുമ്പോഴും ആന എങ്ങോട്ട് ഓടുന്ന ഒരു ദിശയൊന്നും നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫാക്ടർ ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇത്രയും സ്റ്റാഫ് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇതിലൊരു പബ്ലിക് റോഡായതുകൊണ്ട് ഈ ഗതാഗതം ഒന്ന് നിയന്ത്രിക്കാനുമായിട്ടുള്ള ഒരു ഡയറക്ഷൻ മിക്കവാറും ചെക്ക് പോസ്റ്റിൽ നിർത്തേണ്ടി വരും. കാരണം അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകും നമുക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾ സഹകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചിലപ്പം വേണ്ടി വരും. അതിപ്പോ ഇന്ന് ഡോക്ടർ രാത്രി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ ആണെങ്കിൽ ഇവരുടെ ടാപ്പിംഗ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അത് നിർത്തിവെക്കേണ്ടി വരും. പ്ലാന്റേഷന്റെ ഒക്കെ ഇല്ല. ഇന്ന് അത് രാത്രി ഡോക്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ, കാരണം ഇത് മിക്കവാറും പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയാണ്. അപ്പം അവിടെ വെച്ചിട്ട് ഇതുവരെ ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല. അത് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നമ്മളും അത് വില്ലിംഗ് ആണ് ചെയ്യാനായിട്ട്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, വളരെ ദുഷ്കരമായ ദൌത്യം എന്നതാണ് പറയുന്നത്. ഇന്ന് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള സംഘം എത്തുകയും ഡ്രോൺ പരിശോധനയൊക്കെ നടക്കുകയും ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോഴും ആനയെ ട്രേസ് ചെയ്യാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ദൌത്യസംഘത്തിന് മുന്നിലുള്ള വഴികൾ? ആന ഇപ്പോൾ ഉൾവനത്തിലാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ഉൾവനത്തിലേക്ക് പോയ ആനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആനയെ കണ്ടെത്താനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന വൈകുന്നേരം നടത്തിയിരുന്നു. പക്ഷേ അതുപ്രകാരം കണ്ടെത്തിയ 2 ആനകളെ അത് ഈ പരിക്കേറ്റ ആനയല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് വനംവകുപ്പ് പിന്നീട് ചെയ്തത്. എന്താണെങ്കിലും ഈ വാച്ചർമാരെ ഈ വിവിധ മേഖലകളിൽ ഈ ഒരു പ്രദേശത്ത് പരിശോധനയ്ക്കായി രാത്രിയും നിയോഗിച്ചിട്ടുണ്ട്. രാത്രിയും പരിശോധനയും തെരച്ചിലും തുടരും. ആനയെ എവിടെയാണെന്ന് കൃത്യമായി രാവിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, അതായത് കണ്ടെത്താനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് രാത്രിയും ഉണ്ടാകും. ഇനി രാത്രി മറ്റ് മയക്കുവെടി വയ്ക്കുകയോ മറ്റ് നടപടികളോ ഇന്ന് രാത്രിയും ഉണ്ടാവുകയില്ല. ഇരുട്ട് വീണ് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും പിന്നീട് നടപടികൾ അതീവ ദുഷ്കരമാണ്. നാളെ രാവിലെ അതിരാവിലെ മുതൽ തന്നെ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ DFO അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദൗത്യത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് ചില ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയന്ത്രണങ്ങൾ ഈ ഒരു മേഖലയിൽ ഏർപ്പെടുത്തുവാനും വനംവകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വാഹനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കാനുള്ളൊരു നിർദ്ദേശമാണ് വനംവകുപ്പ് വെച്ചിരിക്കുന്നത്. കാരണം മയക്കുവെടിയേറ്റ ആന ഒരുപക്ഷെ ഏത് വഴിയായിരിക്കും പോവുക എന്നോ എങ്ങനെയായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രതികരിക്കുക എന്നോ പറയാനാകില്ല. അത് ഒരുപക്ഷെ വലിയ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കും. അപ്പോൾ അത് മുന്നിൽ കണ്ട് ഈ മേഖലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള ഒരു നിർദ്ദേശമാണ് അപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും സമയം ഇതിൻ്റെ ചികിത്സകൾക്ക് വേണ്ടി വരും എന്നുള്ള നിഗമനമാണ് വനംവകുപ്പിനുള്ളത്. അതുപ്രകാരമുള്ള നടപടികൾ ഇപ്പോൾ വനംവകുപ്പ് കൈക്കൊണ്ടിട്ടുണ്ട്. നിലവിൽ കുങ്കിയാനകളെ കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്നൊരു അഭിപ്രായമാണ് ഡോക്ടർ അരുൺ സക്കറിക്കും ഉള്ളത്. എന്നാണെങ്കിലും ദൗത്യം നാളെ അതിരാവിലെയും തുടരുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ശരി, CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നാളെയും ദൗത്യം തുടരും.